നമസ്കാരം. ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൊല്ലവർഷം 1201 സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് പറഞ്ഞു വരുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും വീഡിയോ ചെയ്തു വരികയാണ്. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഇന്ന് കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെ പറയാം. വീഡിയോയിലേക്ക് നേരിട്ട് കടക്കാം. ഭ്രാതൃവിഹീനോ ഹ്യഗോ ബഹുധാരവാൻ വപുഷ്മച്ഛ തേജസ്വി ഷഡവചനഃ പരോപകാരി സുകീർത്തി അനലർക്ഷേ എന്നാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർ സഹോദരങ്ങൾ കുറഞ്ഞിരിക്കുന്നവരായിട്ടും സഹോദര ഗുണം കിട്ടാത്തവരായും ഏകാഗിയായിട്ടും വളരെയേറെ ഭക്ഷിക്കുന്നവരായിട്ടും സ്ത്രീകളോട് കൂടുതൽ അടുപ്പം കാട്ടുന്നവരായും നല്ല ശരീരവും തേജസ്സും ഉള്ളവരായിട്ടും കീർത്തിയുള്ളവരായിട്ടും ഭാവിക്കുമെന്നാണ്. ഇനി നമുക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. മേടം ഇടവൻ രാശികളിലായിട്ട് വിഭജിച്ച് കിടക്കുന്ന മുറി നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. മേടക്കൂറിൽ വരുന്നത് ആദ്യത്തെ പാദം മാത്രമാണ്. 2, 3, 4 പാദങ്ങൾ ഇടവക്കൂറിലാണ് വരുന്നത്. മേടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുൻ വർഷത്തിന്റെ ഒരു ആവർത്തനം തന്നെയായിരിക്കും പുതുവർഷവും. എന്നാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം നേട്ടങ്ങൾ ലഭിക്കുന്ന വർഷമാണ് 1201 പൊതുവെ കാര്യനിർവഹണം സുഗമമാകുന്ന വർഷമാണ്. തൊഴിലിൽ മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. സ്വപ്നം കണ്ടിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ എത്തിച്ചേരും. അധികാരികളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂല സമയമാണ്. കൂടാതെ വാഹന ലബ്ധി ഉണ്ടാകുന്നതാണ്. അവിവാഹിതരായിട്ടുള്ളവർക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ ലഭിക്കുന്നതാണ്. ധനാഗമ മാർഗത്തിൽ 2 കൂറിൽപ്പെട്ടവർക്കും പൊതുവെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. മേടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് പ്രതിസന്ധികളെ അടിക്കടി നേരിടേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. രാഷ്ട്രീയത്തിൽ വിരോധികളുടെ എണ്ണം കൂടുന്നതാണ്. സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും അത് മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അമിതമായ അധ്വാനം വേണ്ടിവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. എന്നാൽ അല്പലാഭം മാത്രമാണ് കിട്ടുക. കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതെ വന്നേക്കാം. ആരോഗ്യ പരിപാലന കാര്യത്തിലും ശ്രദ്ധ ആവശ്യമാണ്. സാഹസങ്ങൾക്ക് മുതിരാതിരിക്കുക. മേടക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് 7 ശനിക്കാലം കൂടിയാണ്. എന്നാൽ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ടുള്ള നല്ല ഫലങ്ങൾ ലഭിക്കാം. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ വളരെയേറെ നേട്ടങ്ങൾ ലഭിക്കാവുന്ന ഒരു വർഷമാണ് ഇടവക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് വരുന്നത്. അതേപോലെ തന്നെ വൈവാഹിക ജീവിതത്തിലും കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇടവക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അനുകൂല സമയമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് രോഹിണി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.